SSLC ബയോളജി എക്സാമിന് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്നൊരു 10 മാർക്ക് മിസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തരട്ടെ. വേഗം ശ്രദ്ധിച്ചോ, നിങ്ങൾ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങളാണിത്. ഇത് എന്താ പറയാ, നമ്മൾ എല്ലാ കൊല്ലവും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ മണ്ടന്മാരായി പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കള് ഈ ഒരു ഭാഗം എന്തായാലും പഠിച്ചു വെക്കണം. വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ഞാൻ 4 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നുള്ളൂ. ആ 4 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് ചോദിച്ചിരിക്കും. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, നോക്കിയോ. യെസ്, അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഇങ്ങനെ മെന്റലിന്റെ ഒരു ക്രോസ് എന്തായാലും ഉണ്ടാകും. ഓക്കെ, മെന്റലിന്റെ ക്രോസ് അത് മോണോ ഹൈബ്രിഡ് ആവാം അല്ലെങ്കിൽ ഡൈ ഹൈബ്രിഡ് ആവാം. ഇത് നിങ്ങൾക്ക് എന്തായാലും ചോദിച്ചിരിക്കും. ഇതില്ലാത്തൊരു ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. സോ ഇവിടെ ഒരു മോഡലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ടോളും അതേപോലെ ഡ്വാർഫും എടുത്തിട്ടുണ്ട് അല്ലെ. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഗ്യാമീറ്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ വരിക, ബീജകോശങ്ങൾ എങ്ങനെയാ വരിക, ഇവരുടെ കയ്യിൽ ആകെ ക്യാപിറ്റൽ ടി ഉള്ളൂ. അപ്പൊ ഗ്യാമീറ്റ് എന്താ വരിക, ഒരു ക്യാപിറ്റൽ ടി അല്ലേ. യെസ്, അതേപോലെ ഇവിടെ ഇവരുടെ കയ്യിൽ ആകെ 2 സ്മോൾ ടി ഉള്ളൂ. അപ്പൊ ഗ്യാമീറ്റ് എന്താ വരിക, ഒരു സ്മോൾ ടി. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ 1ാം തലമുറ എന്തായി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയി. എല്ലാം ടോളാണ്. കംപ്ലീറ്റ് 1 and 2 ചെയ്തല്ലോ. യെസ്, പൂർത്തിയാക്കിയല്ലോ, പൂരിപ്പിച്ചു. ഇല്ലസ്ട്രേറ്റ് ദ ക്രോസ് ബിറ്റ്വീൻ ദ പ്ലാന്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ആൻഡ് ഡോർഫ് പാരന്റൽ പ്ലാന്റ്. ഓക്കെ, 1ാം തലമുറയിലെ സസ്യവും ഉയരം കുറഞ്ഞ മാതൃസസ്യവും തമ്മിലുള്ള ക്രോസ് നിങ്ങൾ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർഗസങ്കരണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം, 1ാം തലമുറ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി, എല്ലാവരും ഉയരം കൂടിയത് അഥവാ ടോൾ. ശരിയല്ലേ. യെസ്, ഇനി നമ്മളുടെ ഡ്വാർഫ് പാരന്റിന്റെ ജീനോടൈപ്പ് എന്താണ്, ഉയരം കുറഞ്ഞ മാതൃസസ്യത്തിന്റെ ജീനോടൈപ്പ് എന്താണ്, സ്മോൾ ടി അല്ലെ. ഉയരം കുറവ് അഥവാ നമുക്ക് എന്ത് പറയാം, ഡ്വാർഫ് എന്ന് പറയാം. അപ്പൊ ഇവരുടെ ഗ്യാമീറ്റുകൾ എന്താ വരിക, ഇവരുടെ ഗ്യാമീറ്റ്സ് ബീജകോശങ്ങൾ എന്ത് വരും, ഇവിടെ ക്യാപിറ്റൽ ടിയും വരും സ്മോൾ ടിയും വരും. പക്ഷെ ഇവിടെ ആകെ എന്ത് മാത്രമേ ഉള്ളൂ, സ്മോൾ ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രീതിയിലുള്ള കുട്ടികളെയാണ് കിട്ടുക. എന്താ കിട്ടുക, ക്യാപിറ്റൽ ടി സ്മോൾ ടിയും കിട്ടും, സ്മോൾ ടിയും കിട്ടും. അതായത് 50% നമുക്ക് എന്ത് കിട്ടും, ടോളും കിട്ടും. പിന്നെ 50% നമുക്ക് എന്തും കിട്ടി, ഡോർഫ് അല്ലെ. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും 50% വീതമാണ് നമുക്ക് കിട്ടുക. ആൻഡ് ഇവിടുത്തെ റേഷ്യോ എന്താണ്, 1:1 ആണ്. കിട്ടിയല്ലോ. യെസ്, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്രോസ് ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ക്രോസിംഗ് ഓവർ. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, നമ്മൾ ഈ ഒരു ചിത്രീകരണം എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാവണം അത് ക്രോസിംഗ് ഓവർ ആണെന്ന്. ഇനി ഇത് ഏത് സെൽ ഡിവിഷനിലാണ് നമുക്കിത് കാണുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഏത് ടൈപ്പ് ഓഫ് കോശ വിഭജനത്തിലാണ് നമ്മൾ ഇത് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് എഴുതണം, മിയോസിസ് എഴുതണം. മലയാളത്തിൽ ഊനഭംഗം എന്ന് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ എഴുതി വെക്കണം. ഓക്കെ, ഇത് ബീജകോശങ്ങൾ ഉണ്ടാകുന്ന കോശ വിഭജനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഊനഭംഗം എന്ന് വിളിക്കുക. അതായത് നമ്മളെ ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്ന സെൽ ഡിവിഷനെയാണ് നമ്മൾ മിയോസിസ് എന്ന് വിളിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും നടക്കുന്നത് മൈറ്റോസിസ് ആണ്. അപ്പൊ ഈ മിയോസിസ് നടക്കുമ്പോൾ മാത്രമാണ് എന്ത് നടക്കുക, ഈ ഒരു ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നത്. ഹൗ ഡസ് ദ പ്രോസസ് കോസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം, എങ്ങനെയാണ് ഇത് വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും, നമ്മളുടെ സമരൂപ ക്രോമോസോമുകൾ അല്ലെ, ഹോമോലോഗസ് ക്രോമോസോംസ് പെയർ ചെയ്യുമ്പോൾ, ജോഡി ചേരുമ്പോൾ എന്ത് പറ്റും, ഇവരുടെ ഈ ഒരു ഭാഗം എന്ത് ചെയ്യും, ഇവിടെ ക്രൊമാറ്റിഡുകൾ ഇങ്ങനെ കൂടിച്ചേരും. ആ കൂടിച്ചേരുന്ന ഭാഗത്ത് എന്ത് പറ്റും, അതിനാണ് നമ്മൾ കയാസ്മ എന്ന് പറയാ. ഈ കൂടിച്ചേരുന്ന ഭാഗത്ത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ പുതിയ ജീനുകളുടെ കോമ്പിനേഷനാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, വേരിയേഷൻ അഥവാ വ്യതിയാനം ഉണ്ടാവുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പ്രോട്ടീൻ സിന്തസിസ് അഥവാ പ്രോട്ടീൻ നിർമ്മാണം. ഇതില്ലാത്തൊരു ചോദ്യ പേപ്പർ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ പുതിയ ടെക്സ്റ്റ് അല്ലേ മിസ് ചെയ്യുന്നത്. പക്ഷെ പഴയ ടെക്സ്റ്റിൽ ഇതേ ചാപ്റ്റർ വേറെ പേരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം നമുക്ക് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഹൃദയഭാഗങ്ങൾ. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, നെയിം ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഈ ഒരു പ്രോസസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാലേ ഇതെന്താണ്, പ്രോട്ടീൻ സിന്തസിസ് അഥവാ നമ്മളുടെ പ്രോട്ടീൻ നിർമ്മാണമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഐഡന്റിഫൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഈ എക്സ് എന്ന് കാണുന്ന ഭാഗം എന്താണ്, നമ്മളുടെ mRNA ആണ് അല്ലെ. mRNA
വൈ ഇസ് ഇറ്റ് നോൺ ബൈ ഇറ്റ്സ് നെയിം? എന്തുകൊണ്ടാണ് നമ്മൾ അതിന് ഇങ്ങനെ ഒരു പേര് വിളിക്കുന്നത്? ഇറ്റ് ഈസ് മെസ്സഞ്ചർ RNA അല്ലെ? ഇതിന്റെ ശരിക്കുള്ള എന്താണ്? മെസ്സഞ്ചർ RNA. കാരണം എന്താണ്? നമ്മുടെ DNA കയ്യിലുള്ള ജീനുകൾ അല്ലെ, അതാണ് തീരുമാനിക്കുന്നത് ഏത് പ്രോട്ടീൻ ഉണ്ടാക്കണം എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ജീനുകളിലുള്ള ഇൻഫർമേഷൻ അല്ലെ, അവരുടെ വിവരങ്ങൾ കോപ്പി ചെയ്തിട്ട് എവിടെ കൊണ്ടെത്തിക്കണം? യെസ്, നമ്മളുടെ RNAക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കണം. ആ ഒരു ഹംസമാണ് അല്ലെ, ഒരു മെസ്സഞ്ചർ ആയിട്ടാണ് നമ്മളുടെ mRNA ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതോ എന്താണ് ചോദിച്ചത്? റൈറ്റ് ഇറ്റ്സ് റോൾ ഇൻ ദ പ്രോസസ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടുന്ന് DNA-യിൽ നിന്നുള്ള ജീനുകളുടെ ഇൻഫർമേഷൻ കോപ്പി ചെയ്തിട്ട് അതെവിടെ കൊണ്ടുകൊടുക്കും? RNAക്ക് കോപ്പി ചെയ്ത് കൊണ്ടുകൊടുക്കും. ഇനി ഐഡന്റിഫൈ ദ പാർട്ട് ആണ് നമ്മൾ പറഞ്ഞു. യെസ്, അപ്പൊ ഇതാണ് എന്ത്? നമ്മളുടെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ഭാഗം. ഇത് ഏത് രീതിയിലാണെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. ദാറ്റ് ഇസ് നമ്മളുടെ ന്യൂക്ലിയോടൈഡ് അല്ലെ. എന്താണ് ഈ ഒരു ഇൻഡിക്കേഷൻ? ഇത് നമുക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ന്യൂക്ലിയോടൈഡിനെ ലേബൽ ചെയ്യാൻ ചോദിക്കാം, ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം, എന്തും വരാം. ഓക്കെ, അപ്പൊ വാട്ട് ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ന്യൂക്ലിയോടൈഡ് എന്ന് എഴുതാം അല്ലെ. വിച്ച് ന്യൂക്ലിക് ആസിഡ് ഡസ് ഇറ്റ് ബിലോങ്സ് ടു? ഏത് ന്യൂക്ലിക് ആസിഡിന്റെ ഭാഗമാണിത്? എന്തുകൊണ്ട് എന്നാ ചോദിച്ചത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ ടീനെ കാണാനുണ്ട്. ടി എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ സ്വന്തം തൈമിൻ ആണ്. അപ്പൊ ഈ തൈമിൻ ഇവിടെ കാണുന്നതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം അതെന്താണ്? DNA ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, തൈമിനെ നമുക്ക് DNA-യിൽ മാത്രമേ കാണുള്ളൂ. കാരണം RNA-യിൽ തൈമിന് പകരം അവിടെ എന്താണ്? യുറാസിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് DNA-യുടെ ഭാഗമായിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ 4 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഈ ടോപ്പിക്കുകൾ നിങ്ങൾ മിസ് ചെയ്തിട്ട് എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ SSLC ബയോളജിയിൽ നിങ്ങൾ തോൽക്കും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എന്താണ് ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകത്തിലെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ബാക്കി പഠിക്കേണ്ട എന്നല്ല, ഈ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എൻ്റെ മക്കൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെഡി? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇനി എന്ത് ചെയ്യും? ഇഷ്ടം പോലെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നില്ലേ, അതൊക്കെ എടുത്ത് കണ്ടുവെക്കുക. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, മിസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഓണം എക്സാമിൻ്റെ സമയത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. അതായത് ബാക്ക്ലോഗ്സ് ഉള്ള എൻ്റെ മക്കളുണ്ടാവും, പഠിച്ച് തീരാതായതും പോയതുമായിട്ടുള്ള ഒരുപാട് മക്കളുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഓരോ എക്സാംസും ടഫായി വന്നപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എഴുതാൻ പറ്റിയില്ല, നേരത്തെ പഠിക്കായിരുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് തോന്നുന്ന എൻ്റെ ഒരുപാട് മക്കളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ എജുപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് കേട്ടോ. അപ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മതി. താഴെ നിങ്ങൾക്ക് ലിങ്ക് കാണാം. പിന്നെ നമ്മളിത് ചെയ്യായിരുന്നു തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. 0 ഫീസാണ് ഇപ്പം. അതായത് ആ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. പിന്നീട് നമുക്ക് ഫീസിനെല്ലാം പറ്റിയിട്ട് ഉള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് രജിസ്റ്റർ നൗ പേ ലേറ്റർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒന്ന് രജിസ്റ്റർ ചെയ്തിടാം, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട്, ഇനിയുള്ള കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് ഒരു ബാക്ക്ലോഗ്സും ഇല്ലാതെ ഫുൾ A+ വാങ്ങാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള അടിപൊളി ബാച്ചാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. അപ്പോൾ എൻ്റെ മക്കൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? മിസ്സിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹാർട്ട് താഴെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ടാറ്റാ.